ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിലെ ഈ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഇതിൽ വേറെ മീനുകൾ ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ അഴുക്കൊക്കെ കാരണം മീനുകളൊക്കെ ചത്തു പോകുന്ന കണ്ടതിലാണ് ഞാൻ ഇത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി 3 മീൻ മാത്രമേ ബാക്കിയുള്ളൂ. 7, 8 എണ്ണം ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുമിച്ചാണ് 2, 3 എണ്ണം ചത്തുപോയത്. അതിനാലാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അങ്ങനെ മീനുകളെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ കല്ലുകൾ കണ്ടോ, ഇതിൽ നല്ല രീതിയിൽ തന്നെ അഴുക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിലെ വെള്ളം കുറേ മാറ്റിയതിന് ശേഷം കല്ലുകൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ കല്ലുകളെ എടുത്ത് മാറ്റുന്നതിന് മുമ്പ് തന്നെ വെള്ളമാണ് കേട്ടോ ആദ്യം കോരി മാറ്റുന്നത്. അപ്പോൾ അതായിരിക്കും നമുക്ക് എളുപ്പം. അപ്പം വെള്ളമൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ പതുക്കെയാണ് കേട്ടോ കല്ലുകൾ എടുക്കുന്നത്. കയ്യിൽ നിന്നെങ്ങാനും വീണു പോയാൽ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ കാര്യം പോക്കാവും. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ കല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ മിച്ചം കിടക്കുന്ന വെള്ളം നമ്മൾ ഇതൊരു സ്ക്രബ്ബർ ഇതുപോലെ യൂസ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ കൂടി തന്നെ ഉരച്ച് തേച്ച് കഴുകണം. ഞാൻ സോപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് സോപ്പ് യൂസ് ചെയ്യാനുള്ള ധൈര്യമില്ല ഫിഷ് ടാങ്കിൻ്റെ അകത്ത്. കാരണം മീനുകൾക്ക് എന്തെങ്കിലും വീണ്ടും ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വീണ്ടും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ സോപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഇതുപോലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് കേട്ടോ വശങ്ങളെല്ലാം ചേർത്ത് ഉരച്ച് തേച്ച് കഴുകി എടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കറയുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതിനുശേഷം ഞാൻ പുറമേയുള്ള ഭാഗവും കൂടി സ്ക്രബ്ബർ വെച്ച് ഒന്ന് ഉരച്ച് തേച്ച് കഴുകുന്നുണ്ട്. ഈ കറയൊന്നും പോവില്ല, ഇത് പാറോസ് ക്യൂടെക്സ് അടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്, വകവും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഞാൻ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇതാ വെള്ളം ഞാൻ നിറയെ നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ ഈ കല്ലുകൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കവർ ഷാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, 1 രൂപയ്ക്കുള്ള ഷാമ്പു. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് വാഷ് ചെയ്തെടുക്കണം, കാരണം ഷാമ്പു യൂസ് ചെയ്ത് കഴുകുന്നതുകൊണ്ട് തന്നെ നമ്മൾ 5, 6 വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയെടുക്കണം. ഇല്ലെങ്കിൽ ഷാമ്പുവിൻ്റെ ആ ഒരു പതപ്പ് അതിലുണ്ടാവും. അത് പിന്നീട് മീനുകൾക്ക് വീണ്ടും വല്ല ഇൻഫെക്ഷനും വരാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം കഴുകിയിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ഒഴിച്ച അക്വേറിയത്തിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പ്ലാന്റ്സ് ഉണ്ടായിരുന്നതും വൃത്തിയായി കഴുകിയത് തന്നെ ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നീട് ഞാൻ വെളിയിൽ നിന്ന് ലക്കി ബാമ്പുവിൻ്റെ അകത്തു നിന്ന് 2, 3 തണ്ട് ഒടിച്ചെടുത്തിട്ട് അതും കൂടി സെറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ ഇതിലേക്ക് ഇടാനുള്ള ടൈമായി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ആ 3 മീനിനെ എടുത്ത് ഈ ഫിഷ് ടാങ്കിൻ്റെ അകത്ത് ഇടാൻ പോവുകയാണ്. അപ്പോൾ അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അവർക്കും പുതിയ ഒരു നല്ല വെള്ളമൊക്കെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ഇതുപോലെ ഒരു തുള്ളി മരുന്നാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കുന്ന അണുക്കളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഫിഷ് ടാങ്കിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളവും നല്ല തെളിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ, ടാറ്റാ.